വയനാട് ദുരന്ത മേഖലകളിൽ ജനകീയ തിരച്ചിലിന് തടസ്സമായി കനത്ത മഴ. ചൂരൽമല, മുണ്ടക്കൈ, കാന്തൻപാറ മേഖലകളിൽ ശക്തമായ മഴ. അതേസമയം പരപ്പൻപാറയിൽ നടത്തിയ തിരച്ചിലിൽ പുഴയോട് ചേർന്ന ഭാഗത്തുനിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി. 2 ശരീരഭാഗങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, ഈ തിരച്ചിലിന് വിഘാതമായി കനത്ത മഴയാണ് വയനാട് പെയ്യുന്നത്. വിവരങ്ങൾ. അർജുനിലേക്ക് എത്താം. വയനാട് ദുരന്ത മേഖലകളിൽ ജനകീയ തിരച്ചിലിന് തടസ്സമായി കനത്ത മഴ പെയ്യുകയാണ്. ചൂരൽമല, മുണ്ടക്കൈ, കാന്തൻപാറ മേഖലകളിലാണ് ശക്തമായ മഴ. അതേസമയം പരപ്പൻപാറയിൽ നടത്തിയ തിരച്ചിലിൽ പുഴയോട് ചേർന്ന ഭാഗത്തുനിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി. 2 ശരീരഭാഗങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി വയനാട് ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ജനകീയ തിരച്ചിൽ ഊർജിതമായിരുന്നു. പ്രദേശവാസികൾ നൽകുന്ന സൂചനകൾ അനുസരിച്ചായിരുന്നു കൂടുതലും തിരച്ചിലുകൾ ഉണ്ടായിരുന്നത്. കാരണം പലയിടങ്ങളിലും വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് അമർന്നതുകൊണ്ട് തന്നെ അവിടെ പ്രദേശവാസികൾക്ക് മാത്രമേ ഏതൊക്കെ ഭാഗങ്ങളിലായിരുന്നു കൂടുതൽ വീടുകൾ ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള സൂചനകൾ നൽകാൻ കഴിയുമായിരുന്നുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികളെയും നാട്ടുകാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജനകീയ തിരച്ചിൽ ഊർജിതമാക്കി നടത്തിക്കൊണ്ടിരുന്നത്. അർജുൻ PS ചേരുന്നു. അർജുൻ, വയനാട് കനത്ത മഴയാണ്, വിവരങ്ങൾ. രോഹിണി, ഇത്തരത്തിൽ റിപ്പൺ ഭാഗത്താണ് കനത്ത മഴ പെയ്യുന്നത്. ചൂരൽമലയിലും മുണ്ടക്കൈയിലും മഴയുണ്ട്. പക്ഷേ അതിശക്തമായ മഴയല്ല ഈ 2 പ്രദേശത്തും ലഭിക്കുന്നത്. ഈ റിപ്പൺ പ്രദേശത്ത് മാത്രമാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. ഇതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളാണ് ചൂരൽമല, അതുപോലെ തന്നെയുള്ള മുണ്ടക്കൈ മേഖലകളിൽ. ഇവിടെ അതിശക്തമായ മഴയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ജനകീയ തെരച്ചിൽ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സൂചിപ്പാറ മേഖലകളിൽ അടക്കമുള്ള ഈ ശരീര അവശിഷ്ടങ്ങൾ, ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ ഇത്തരത്തിൽ മറ്റ് ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എയർലിഫ്റ്റിംഗ് സംവിധാനം ആലോചിച്ചിരുന്നു. പക്ഷേ എയർലിഫ്റ്റിംഗ് സംവിധാനം ആലോചിച്ചതിനെ തുടർന്ന് പിന്നീട് ഈ മഴ പെയ്തതിനെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്നാണ് ആ ശരീരഭാഗങ്ങൾ പിന്നീട് ഇത്തരത്തിൽ ബാഗുകളിലാക്കി നടന്നു കൊണ്ടുവരുവാനുള്ള ഒരു തീരുമാനമെടുത്തത്. അത്തരത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ രാവിലെ മുതലുള്ള ജനകീയ തെരച്ചിൽ ഈ സമയം വരെ തുടരുകയായിരുന്നു. മഴ പെയ്യുന്നത് വരെ തുടരുകയായിരുന്നു. റിപ്പൺ ഭാഗത്ത് ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് അത് ചെറിയ ഒരു തടസ്സം ഉണ്ടാക്കിയിരുന്നു. നാളെയും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 സോണുകളായി തിരിഞ്ഞായിരുന്നു ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതായത് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ ചൂരൽമല മേഖലകളിലടക്കം ഈ തെരച്ചിൽ നടന്നിരുന്നു. മാത്രമല്ല, ഈ ഒരു ചാലിയാറിന്റെ ഭാഗത്തടക്കം തെരച്ചിൽ നടന്നിരുന്നു. നാളെയും ഇത്തരത്തിലുള്ള തെരച്ചിൽ തുടരുക തന്നെ ചെയ്യും. ഈ ഒരു ചാലിയാറിന്റെ ഭാഗത്തടക്കം ഇത്തരത്തിലുള്ള തെരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തെരച്ചിലിന് തിരിച്ചടിയാകുമെന്നുള്ളതാണ് നമുക്ക് ഏറെ ആശങ്ക നൽകുന്നത്. എന്തിനാ തന്നെയും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ജനകീയ തെരച്ചിലാണ്. ഇത്തരത്തിൽ ഇവിടെ സാധാരണ ജനങ്ങളടക്കം ഈ തെരച്ചിലിൽ ഇറങ്ങുന്നു, ജനപ്രതിനിധികൾ ഇറങ്ങുന്നു. അത്തരത്തിൽ ക്യാമ്പിലുള്ളവരടക്കം ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.